സംഘമിത്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 76ാമത് പെയിൻറ്റിംഗ് എക്സിബിഷൻ്റെ വേദിയിലാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ഈ വേദിയിൽ കാണാൻ സാധിക്കും. അവയൊക്കെ ഒന്ന് നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ നമുക്ക് ഒരു 25 കലാകാരന്മാരുണ്ട്. എല്ലാവരും വളരെ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. ഓയിൽ കളർ, പിന്നെ വാട്ടർ കളർ, അക്രലിക്, ഇതെല്ലാം അവരുടെ വർക്കാണ് നമ്മളിവിടെ വച്ചിരിക്കുന്നത്. എല്ലാവരും കഴിവുള്ള ആർട്ടിസ്റ്റാണ്. കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസാണ്, മോസ്റ്റ്ലി പ്രൊഫഷണലാണ്. ഫൈൻ ആർട്സ് കോളേജിൽ ഗ്രാജുവേഷൻ എടുത്തിട്ട് ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് എടുത്തിട്ട് വന്നുള്ളതാണ് മിക്കവാറും, 90% പിന്നെ വീട്ടമ്മമാരുണ്ട്, പിന്നെ ഫോർമൽ പെയിൻറ്റേഴ്സുണ്ട്. ഈ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഓയിൽ കളർ, നേരത്തെ പറഞ്ഞ പോലെ അക്രലിക്, പിന്നെ വാട്ടർ കളർ, പിന്നെ മ്യൂറൽ പെയിൻറ്റിങ്സ്, ഇതൊക്കെ പല കാറ്റഗറിയാണ്. അതെല്ലാം കാറ്റഗറിയിൽ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. 10 ദിവസത്തെ എക്സിബിഷനാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു റെസ്പോൺസാണ്, നല്ല കളക്ഷനുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമ്മളിത് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്ന മുമ്പ് ഞാൻ ലോ കോളേജ് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പെയിൻറ്റിങ് മത്സരത്തിൽ എനിക്ക് ഒരു സിൽവർ മെഡൽ, അന്നത്തെ പ്രിൻസിപ്പൾ പൊരിഞ്ചിക്കുട്ടി എനിക്ക് സിൽവർ മെഡൽ കിട്ടി. അപ്പോഴൊരു എനിക്ക് ആത്മവിശ്വാസമായി നമുക്ക് പെയിൻറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഞാൻ ഈ പെയിൻറ്റിങ്സ് എല്ലാം കൊണ്ട് പല വേദികളിൽ കൊണ്ടുപോയപ്പോൾ ആരും അത് വയ്ക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു കൂട്ടായ്മയാണ്, ആരും അടുപ്പിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ശരിയാവില്ലല്ലോ, ഇതിന് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു വേദി കൊടുക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് അയ്യപ്പ പണിക്കർ സാറ്, ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറ്, പിന്നെ പ്രൊഫസർ ദത്തൻ, പിന്നെ കിളിമാനൂർ സാജി, ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരെല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് സംഘമിത്ര 2001 തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് വന്നു. അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ചിത്രങ്ങളാണ് ഇതിലുള്ളത്. അത് കഴിഞ്ഞ് 23 വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട, ട്രിവാൻഡ്രം, അങ്ങനെ മെയിനായിട്ട് ട്രിവാൻഡ്രത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് വരെ നമ്മൾ സെപ്പറേറ്റായിട്ട് പല പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഉന്നതമായിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാർ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ പിണറായി സാറ്, കോടിയേരി ബാലകൃഷ്ണൻ സാറ്, എം വി ഗോവിന്ദൻ സാർ, അതുപോലെ MT വാസുദേവൻ ഇതിൽ കോഴിക്കോട്ടിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാർ 3 പ്രാവശ്യം ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇത് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തൃശ്ശൂരിൽ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. സുകുമാരളിക്കോട് വന്നിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി, അക്കിത്തം, ഇവരൊക്കെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് ഒരുപാട് നല്ല സഹായമോ അതുപോലെ തന്നെ ഉപദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു എക്സിബിഷൻ നടത്തുമെന്ന് പറഞ്ഞാൽ എങ്ങനെയും 30,000-40,000 ആവും. അപ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ഇരുന്ന് നടത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടായ്മയായിട്ട് ഇവർക്കൊരു പ്രോത്സാഹനം, ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കുകയാണ്. ആക്ച്വലി ഇവർക്കൊരു പ്ലാറ്റ്ഫോമാണ് സംഘമിത്ര ഫൈൻ ആർട്സ് സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 23 വർഷമായിട്ട്.
ഒരുപാട് കഴിവുറ്റ കലാകാരന്മാരുടെ മികവുറ്റ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ചിത്രകലയെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇവിടെ വന്നാൽ മികച്ച ഒരു അനുഭവമായിരിക്കും കിട്ടുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ ബിനോജിനോടൊപ്പം സ്നേഹ ബെന്നി, കൈരളി ന്യൂസ്.